അതിവിടെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓഫീസിലുള്ളവർ പറഞ്ഞു, ഇത് പറ്റില്ല, പഴയതാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതിയ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 8-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തത് മാറ്റിയിട്ട് 10-ാം തീയതി വന്ന് വീണ്ടും പുതിയത് ഉടമ്പടി എടുത്തു. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു മനസ്സിൽ. ഇവിടെ നിന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും രാവിലെ വന്നിട്ട് വൈകിട്ടാണ് എനിക്ക് പോകാൻ പറ്റിയത്. എന്നാലും മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ആ ഉടമ്പടി പുതുക്കിയതിന് ശേഷം. ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് കൂടുതൽ വിശ്വാസത്തിലും പ്രാർത്ഥനയിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എനിക്ക്. എത്ര പ്രാർത്ഥിച്ചാലും ഒരു മടുപ്പും തോന്നാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തികളാണെങ്കിലും അടുത്തുള്ള ക്യാൻസർ സെൻറ്ററിലൊക്കെ പോയി അവിടെയുള്ള രോഗികളെ കണ്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജൂൺ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് മാർച്ച് 10 ആയപ്പോഴാണ് എനിക്ക് മാതാവ് ഒരു അനുഗ്രഹം കൂടെ തന്നത്. അതെന്ന് പറയുന്നത് ഞാൻ 2ാമത് കൺസീവായി. അത് കറക്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത 10-ാം തീയതി തന്നെയാണ് എനിക്ക് കൺസീവായത്. അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജൂലൈ 4-ാം തീയതി എനിക്ക് പ്രൊഫൈലിൽ നോക്കിയപ്പോൾ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് കണ്ട് നോക്കിയപ്പോൾ ജോലിക്ക് അഡ്വൈസ് വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു.